ഞാൻ ശ്രമിച്ചു. മുറിവേൽപ്പോടെ, പൂർണ്ണ മനസ്സോടെ. രാത്രികളെ ബലി നൽകിയുള്ള പഠനം, ഉണർന്നിരിപ്പ്, ത്യാഗം. മറ്റെല്ലാവരും ആഘോഷിക്കുമ്പോൾ ഞാൻ പുസ്തകങ്ങൾക്കിടയിൽ ഒറ്റപ്പെട്ടു പോയിരുന്നു. ഒരു ലക്ഷ്യം പിന്തുടർന്ന്. പിന്നെ പരാജയം. ഒരു പ്രതിഫലം പോലും ഇല്ല. നിശബ്ദത മാത്രം. ആ നിശബ്ദത ചോദ്യം ചെയ്യുമ്പോൾ, എന്തിനാണ് ഞാൻ ഇതെല്ലാം ചെയ്തത്? അപ്പോഴാണ് ഗീതയിൽ നിന്നൊരു വാക്യം ഞാൻ കണ്ടത്. ഒരു വരി: കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കദാചന. നിനക്കുള്ളത് നിർവഹിക്കേണ്ട കർമ്മമാണ്, ഫലമല്ല. ആദ്യമായി കേൾക്കുമ്പോൾ മനസ്സിലായില്ല. ഞാൻ ചിന്തിച്ചു, ഞാൻ ഇത്രയും പരിശ്രമിച്ചപ്പോൾ എനിക്ക് എന്തെങ്കിലും ലഭിക്കേണ്ടതല്ലേ? പിന്നെ മനസ്സിലായി, ഗീത എന്തെങ്കിലും നിരാകരിച്ചില്ല. അതിൽ പറഞ്ഞത്, നിനക്കുള്ളത് മുഴുവൻ ഹൃദയത്തോടെ ചെയ്യുക, ഫലത്തിൽ നിന്നു വിട്ടുനിൽക്കൂ. നാം വിജയത്തെ കാണുന്നത് മെഡലുകളിലും മാർക്കുകളിലും ആണ്. പക്ഷേ അതിന്റെ കീഴിൽ നിനക്ക് എന്ത് ലഭിച്ചു? നിനക്ക് മനസ്സിന്റെ കനത്ത പ്രവർത്തനശീലം ലഭിച്ചു. ആഴമായ ശ്രദ്ധ, തീർച്ചയായ ചിന്താശൈലി. അവയെല്ലാം നിനക്കായി മാറിയില്ലേ? ഒരു പരീക്ഷയുടെ ഫലം ഇല്ലാതായേക്കാം. പക്ഷേ ആ മാറ്റം, അതാണ് നിന്റെ യഥാർത്ഥ വിജയം. ആ നല്ലതും വേദനയുംക്കിടയിൽ നിനക്ക് പഠിക്കാൻ കഴിഞ്ഞു. താളം പാലിക്കാൻ, തിരിച്ചടിക്കാതെ മുന്നോട്ടു പോകാൻ. അത് യാതൊരു റാങ്കിലും കാണിക്കാറില്ല. പക്ഷേ ജീവിതത്തിൽ വീണ്ടും മുളച്ചുയരുമ്പോൾ നിന്റെ ഉള്ളിൽ നിന്നു വന്ന ശക്തി അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വെറുതെയായില്ല. നിനക്ക് ആ ഫലം ലഭിച്ചില്ലെന്നേ ഉള്ളൂ. പക്ഷേ നീ നേടി ധൈര്യം, ശാന്തത, ആത്മബലം. അത് ആരും തിരികെ എടുക്കാനാകില്ല. ഗീത പറയുന്നു, നിന്റെ ജോലി ചെയ്യൂ, ഫലം വിട്ടുകൊടുക്കൂ. ഒരു കാര്യവും നഷ്ടമല്ല, നീ അതിൽ നിന്നും വളർന്നുവെങ്കിൽ. നീ പരാജയപ്പെട്ടില്ല, നീ വളർന്നു. അതുകൊണ്ട് നീ വിജയിച്ചുവെന്നും പറയുന്നു.